അപ്പോൾ ഇതാണ് സാധനം, ഇതാണ് മയോണീസ് ബോൾ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മയോണീസിന് ആവശ്യമായ ആദ്യം ഉരുളൻകിഴങ്ങ് എടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് അതേപോലെ ആവശ്യത്തിനുള്ളത് മതി. കോഴിമുട്ട, 2 കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത് നമ്മൾ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അത് നമുക്കൊന്ന് അടിച്ചതിന് ശേഷം വരാം. അതുകൂടെ അടിച്ച് സെറ്റായിക്കണം മയോണീസ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ മയോണീസ് ഒരു ബൗളിലേക്ക് മാറ്റാം. മയോണീസ് സെറ്റായിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പരിപാടി നോക്കാം. അതിനാവശ്യമായ ഉള്ളി, ഓവർ വലുപ്പത്തിൽ വെട്ടണ്ട, ചെറുതാക്കി കട്ട് ചെയ്താൽ മതി. ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മയോണീസിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഈ വക്ക് ഭാഗം നമുക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, അത് പിന്നീട് നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് ബ്രെഡ് എന്ത് ചെയ്യുക, ഒന്ന് ചെറുതാക്കി ഇതേപോലെ കള്ളിയിലൊന്ന് കട്ട് ചെയ്യുക. ഇപ്പോൾ ബ്രെഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചെറുത് പച്ചമുളകാണ്. അപ്പോൾ അത് എരിവിന് കൂടുതൽ ഇടുന്നത് വേണ്ട, 2 പീസ് ഇട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇതേപോലെ ആവശ്യത്തിന് എടുത്തിട്ട് ചെറുതാക്കി ഇതേപോലെ കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്ത് എന്ത് ചെയ്യാം, ഈ പാത്രത്തേക്ക് മാറ്റാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ആക്കണം. അതേപോലെ കൈയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം ബ്രെഡ് അതിൽ പൊടിഞ്ഞ് കിട്ടണം നമുക്ക്. അത് കുഴച്ച് സെറ്റായിക്കണേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മാറ്റി വെക്കാം. അതുവരെ ഇതൊന്ന് മസാല ഒന്ന് ഉപ്പൊക്കെ പൊടിച്ചോട്ടെ ഇതിൽ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, നേരത്തെ മാറ്റി വെച്ച ബ്രെഡിൻ്റെ സൈഡ് പീസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. അത് പൊടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓരോരോ ഉരുളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വലിപ്പമുള്ളതാണ് വേണ്ടത് ആ വലിപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതേപോലെ ഇത് കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരുളാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, പൊടിച്ച് വെച്ച ബ്രെഡിലേക്ക് മാറ്റിച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ സാധനങ്ങളെല്ലതും നമുക്ക് ഉരുളാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, പൊരിച്ചെടുക്കാനാണ്. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചട്ടി ചൂടാക്കിയാണ് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓരോരോ ബോളായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ സാധനം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. സാധനം ഫുള്ള് സെറ്റായിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മയോണീസ് ബോൾ. ഇത് പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. വിരുന്നുകാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ, നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് പൊരിക്കടിയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാനുള്ളതാണ്. കൂടുതൽ നേരം പണിയൊന്നുമില്ല. ഇതേപോലെ എന്ത് ചെയ്യുക, ഒരു പീസ് എടുത്ത് തിന്ന്, നല്ല ടേസ്റ്റാണ്.